ഹലോ ഗൈസ്, നമ്മുടെ ഓണപ്പൂവിൽ എപ്പോഴും കാണുന്ന ഒരു പൂവാണ് നമ്മുടെ ചെണ്ടുമല്ലിക എന്ന് പറയുന്നത്. ചെണ്ടുമല്ലിക എന്നാണ് എൻ്റെ നാട്ടിൽ പറയാറുള്ളത്. ചില നാട്ടിൽ ഇതിനെ ജമന്തി എന്നും മല്ലിക എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്നുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ സാധാരണ A4 ഷീറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഒറിജിനാലിറ്റി ലുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ച് ചെയ്തതാണ്. ഓണത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു മുല്ലപ്പൂവും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെണ്ടുമല്ലികയാണ്. ക്രാപ്പ് പേപ്പർ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി ലുക്ക് എൻ്റെ മേരിഗോൾഡിന് വന്നിട്ടില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലെല്ലാം റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെ ബാക്കി 4 സ്ക്വയേഴ്സ് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഈ ഒരു ഫ്ലവറിൽ നമുക്കൊരു പണി എന്ന് പറയുന്നത്. സിമ്പിളാണ്. അതേപോലെ തന്നെ ഓരോരോ ഫ്ലവറിനും ഓരോരോ ഇതൾ വീതം ഇരട്ടി ഇതൾ വീതം നമ്മൾ എടുക്കണം. ഒന്നാണ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേന്ന് 2, അതിനടുത്തതിൽ 3 ഇതൾ, അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഫൈനലി നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി 2 ഇതളും കൂടി അതിനിടയ്ക്ക് ആ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി 2ഉം കൂടി യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ആ ഒരു ഇതളിൻ്റെ മുകളിലേക്ക് മറ്റേ സൈഡിൽ ആ ഒരു ഇതൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത് നമുക്ക് ഇതേമാതിരി കിട്ടും. അതേപോലെ തന്നെ എല്ലാ ഫ്ലവറും റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അത് ഓരോന്നിൻ്റെ അതിൽ നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടകളൊക്കെ ചുരുണ്ട്, പക്ഷേ നമ്മുടെ ചെണ്ടുമല്ലിക എന്തോ ചുരുണ്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന സമയത്ത് അതെന്തോ ചുരുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ചുരുട്ടി വെക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ചുരുട്ടിയിട്ട് ആദ്യം അത് നിവർത്തി കൊടുക്കണം. ചുരുട്ടിയ രീതിയിൽ തന്നെ വെക്കുമ്പോൾ അതെന്തോ ഒരു അവസാനം ഇല്ലാത്തൊരു ആ ഒരു ഇതെല്ലാം ഒരു അവസാനം ഇല്ലാത്ത എൻഡില്ലാത്തൊരു ഫ്ലവർ മാതിരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നേർക്കുവാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ടൊരു ഫ്ലവർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രാപ്പ് പേപ്പറും ചെയ്യാവുന്നതാണ്. അതേപോലത്തെ നമ്മൾ എല്ലാ ഫ്ലവറിലും ആദ്യം റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അത് വലുതെന്ന് ചെറുതിലേക്ക് വരുന്ന രീതിയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അവസാനമുള്ള ആ ചെറിയ ഇതളുകളുള്ള 2-3 ഇതളുകളുള്ള ആ ഒരു ഫ്ലവേഴ്സിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവറിൽ ഇതേമാതിരി പൊന്തിയിട്ടാണ് ഇങ്ങനെ പൊന്തത്തിൽ ആ ഒരു ഫ്ലവർ നിൽക്കുന്ന മാതിരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനത് ഈ വീഡിയോ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫൈനലി അതേപോലെ തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഫൈനലി ഇതേമാതിരി കിട്ടും. നെക്സ്റ്റ് നമുക്കതിൻ്റെ ലീഫ് ഉണ്ടാക്കണം. 2 ലീഫ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ ഇതുവരെ 3 മടക്ക് മടക്കുന്നത്. നെക്സ്റ്റ് എനിക്ക് ശരിക്കും ഈ മേരിഗോൾഡിൻ്റെ ലീഫ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഏകദേശം ഒരു റോസിൻ്റെ ലുക്കിൽ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു റോസിൻ്റെ ലുക്കിലാണ് ഞാൻ ആക്കിയത്. റോസിൻ്റെ അത്ര ഹാർഡ് ആക്കിയിട്ടില്ലെങ്കിലും ആ ഒരു ലുക്ക് തന്നെയുണ്ട്. പക്ഷേ ഞാൻ കട്ട് ചെയ്തതിൽ ഒരു തെറ്റുണ്ട്. അത് നിങ്ങൾക്ക് അവസാനം ആ ഒരു ഫ്ലവർ കാണുമ്പോൾ മനസ്സിലായിക്കോളും എന്താണ് എനിക്കിതിൽ പറ്റിയ തെറ്റ്. വലിയൊരു മണ്ടത്തരം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ. ശരിക്കും ഞാൻ ഇല കട്ട് ചെയ്ത ആ ഒരു വേല തന്നെ വെക്കണം. നെക്സ്റ്റ് ചുരുട്ടി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി.
അതിങ്ങനെ വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതേമാതിരിയുള്ള 5-6 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സിനൊക്കെ ലീഫ് കുറച്ച് 3-4 ലീവ്സ് വെച്ച് ഞാൻ ചെറിയ ലീവ്സാണ് ആക്കിയത്. അപ്പോൾ അതിന് ശരിക്കും നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഞാൻ എന്തോ വലിയ ലീഫാണ് ആക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് എല്ലാം കൂടി കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇതിൽ 3-4 പൂക്കൾക്ക് കുറച്ച് നീളുള്ള ഇലകളായതുകൊണ്ട് തന്നെ അതിനൊരു ബോർ തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്കൊരു മിസ്റ്റേക്ക് ഇതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞത്. അതിൽ ആ ഒരു ഞാൻ തൊട്ട ഓറഞ്ചിൻ്റെ അടിയിലുള്ളൊരു ഓറഞ്ച് കണ്ടില്ലേ, ആ ഒരു ഓറഞ്ചിൻ്റെ ലീഫ് നോക്കുകയാണെങ്കിൽ ചെറുതാണ്. അതിന് വേണ്ടത്ര ലീഫേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് അത്ര ബോറൊന്നുമില്ല. നിങ്ങളും ആ ഒരു രീതിയിൽ തന്നെ ലീഫിന് നീളം കുറച്ച് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ ഫ്ലവറും അതേപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.